ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവർക്കും പങ്കാളിത്തവുമുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഇന്ത്യ. ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ ആക്രമണം തുടരുന്നതായി ആരോപണം ശക്തമാവുകയാണ്. BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ വെള്ളിയാഴ്ച ധാക്കയിലെ തന്റെ പിതാവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാന്റെ ശവകുടീരം സന്ദർശിച്ചു. എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതി മെച്ചപ്പെടുത്തണം. അവിടെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നതിൽ വലിയ ആശങ്ക ഇന്ത്യ അറിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നീതിയുക്തമായൊരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ 17 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശിലേക്ക് എത്തിയത് എന്തിന് എന്ന ചോദ്യം കൂടി വലിയ രീതിയിൽ ഉയരുകയാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ബംഗ്ലാദേശിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു സൂചന എന്ന് പറയുന്നത് താരിഖ് റഹ്മാന്റെ ഒരു മടങ്ങിവരവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു 17 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ബംഗ്ലാദേശിലേക്കുള്ളത്. 2008 അദ്ദേഹം യു കെയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതിനു മുൻപേ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളെല്ലാം ചുമത്തി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നിരവധി വർഷം 17 വർഷത്തോളം യു കെയിലായിരുന്നു. അതിനുശേഷമുള്ള തിരിച്ചുവരവാണ് അദ്ദേഹത്തിൻ്റെ ഈ ബംഗ്ലാദേശിലേക്കുള്ളത്. അതുമാത്രമല്ല BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ കൂടിയാണ് ഈ പറയുന്ന താരിഖ് റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം, സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു സൂചനയൊന്നും ഈ പറയുന്ന താരിഖ് റഹ്മാൻ നൽകിയിട്ടില്ല. എന്നാൽ ഈ താരിഖ് റഹ്മാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസ്, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകം തന്നെയാണ്. കാര്യം ഈ BNPയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത് BNP ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം, അവരുടെ ഒരു സഖ്യം, അത് പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ സഖ്യമായിരുന്നു. അത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പറയുന്ന താരിഖ് റഹ്മാൻ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അവർ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നു, മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കടുത്ത വിമർശനം കൂടി നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ BNP ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിനു മുൻപേ 2001 BNP അധികാരത്തിലേറുന്നത്. ഇതിനു മുൻപേ വർഷങ്ങളായിട്ട് വലിയൊരു രാഷ്ട്രീയ വടംവലി ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ ഈ താരിഖ് റഹ്മാൻ്റെ അമ്മയായിട്ടുള്ള ഈ ഖാലിദ സിയ, അവർ രണ്ടുപേരും തമ്മിൽ ഒരു രാഷ്ട്രീയ വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയെ സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ഈ രണ്ട് വനിതകൾ തമ്മിലുള്ള പോരാട്ടം നിരവധി വർഷം അത് ബംഗ്ലാദേശിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം 2007 ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറുകയും അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ നിഷ്പക്ഷമായിരുന്നില്ല എന്നും അവാമി ലീഗിൻ്റെ വലിയൊരു പിടിച്ചടക്കൽ, ഒരു സർവാധിപത്യമാണ് കാണാൻ സാധിച്ചതെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അത് ഈ ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് തന്നെ BNP പല തെരഞ്ഞെടുപ്പുകളും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നത്. അതും താരിഖ് റഹ്മാൻ ഒരു നീണ്ട 17 വർഷത്തിന് ശേഷം വീണ്ടും രാജ്യത്ത് തിരിച്ചെത്തുന്നു, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. തൻ്റെ പിതാവിനെ, അതായത് 1981 സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെട്ട സിയാവുൾ റഹ്മാൻ്റെ കല്ലറയിലെത്തി ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ ഖാലിദ സിയെ സന്ദർശിക്കുന്നു. അതിനുശേഷം വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതകളാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം കൂടി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യ കക്ഷികളായി വരാൻ പോകുന്നത് BNP
BNPയും ജമാഅത്തെ ഇസ്ലാമിയും തന്നെയാണ്. അവാമി ലീഗ് ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗും ഈ തെരഞ്ഞെടുപ്പിന് പുറത്താണ്. എന്നാൽ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന തീവ്ര മതനിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനമുണ്ട്. അവർ നടത്തിയ ഒരു സർവേ പ്രവചിക്കുന്നത് BNPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 30% വോട്ട് ലഭിക്കുമെന്നാണ്. ഈ ഫെബ്രുവരി 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 26% വോട്ടുകൾ ലഭിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു മൂന്നാമത്തെ പ്രധാന പാർട്ടിയായി ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് നാഷണൽ സിറ്റിസൺ പാർട്ടിയാണ്. അത് നിലവിൽ 2024 ഒരു വിദ്യാർത്ഥി കലാപം അതിനുശേഷം രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. എന്നാൽ ഇവർക്ക് എത്ര ശതമാനം വോട്ട് ലഭിക്കും എന്നുള്ളത് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരു 6% വോട്ടുകളൊക്കെ ഇവർക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഒരു നിർണായക ഘടകമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 30% വോട്ടുകൾ BNPക്ക് ലഭിക്കുകയാണെങ്കിൽ അവർ അധികാരത്തിൽ വരാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ നിർണായക പ്രസ്താവന ബംഗ്ലാദേശിൽ വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നിഷ്പക്ഷമായിട്ടുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണം, അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള ഇന്ത്യയുടെ ആവശ്യം അത് തീർച്ചയായിട്ടും നിലവിൽ വരും എന്ന് തന്നെയാണ് സൂചന. എന്നാൽ BNPയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇതിനു മുൻപ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിൻ്റെയും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒരു താരതമ്യേന നല്ല ഒരു പാർട്ടിയാണ്. അത്യാവശ്യം ബംഗ്ലാദേശിൽ ഒരു പഴയതുപോലെ ഒരു ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ള പാർട്ടിയാണ്. അതുമാത്രമല്ല നിലവിൽ ഈ താരിഖ് റഹ്മാൻ നടത്തിയതുപോലെ ഹിന്ദുക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതെല്ലാം അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മാത്രമല്ല അവാമി ലീഗിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് അത് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അത് എങ്ങോട്ട് തിരിയും എന്നുള്ള കാര്യങ്ങളും നിർണായകം തന്നെയാണ്. ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ഏതാണ്ട് 1,17,00,000 ഹിന്ദുക്കൾ അവിടെ ബംഗ്ലാദേശിലുണ്ട്. മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ സമൂഹങ്ങളുമുണ്ട്. ഇവരുടെ വോട്ടുകൾ BNPക്ക് ലഭിക്കുമോ, അത് എങ്ങോട്ട് തിരിയും എന്നതിനെ അനുസരിച്ചിരിക്കും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും താരിഖ് റഹ്മാൻ്റെ മടങ്ങിവരവ് അത് ഇന്ത്യ ഉൾപ്പെടെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ശരി അജയ്, എന്തായാലും ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ. ആ ഖാലിദ സിയയുടെ മകനാണ് താരിഖ് റഹ്മാൻ. ഇത്തരത്തിൽ താരിഖ് റഹ്മാൻ 17 വർഷത്തിന് ശേഷം ഷെയ്ഖ് ഹസീന ഇല്ലാത്ത ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്താകും, ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. അജയാണ് വിവരങ്ങൾ നൽകിയത്.